Dear friends, നമ്മൾ ഇന്നത്തെ വീഡിയോ ഹോണർ 8C അൺബോക്സിംഗ് ആണ്. നമ്മൾ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ ഹോണർ 8C ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളത്, ഇതിനെ മൊത്തത്തിലൊന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് ഉപയോഗിച്ചതിന് ശേഷം എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് രണ്ടാമത്തെ വീഡിയോയിലൂടെ നമുക്ക് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ അജിത്തും കൂടെ ഇതിൻ്റെ ലോഞ്ചിന് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിലെന്തൊക്കെയാണെന്ന് കണ്ടു കളയാം. ആദ്യം തന്നെ നമുക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ ബാക്കിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. ഒക്ടാ കോർ 4GB ആൻഡ് 64GB 15.9 cm HD പ്ലസ് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ 13MB പ്ലസ് 2MB റിയർ ക്യാമറയാണ്. ഫ്രണ്ട് 8MB ക്യാമറയാണ് കാണുന്നത്. ക്യാമറ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ സാമ്പിളിലൂടെ ഒക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ദെൻ അതേപോലെ തന്നെ സെൻസർ, ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. 4000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി. സോ ആദ്യം തന്നെ നമുക്ക് ഒന്നൊന്ന് ഓപ്പൺ ചെയ്തേക്കാം. നമ്മൾ പുതിയ കത്തി വാങ്ങിച്ചു കേട്ടോ. യെസ്, നമ്മളങ്ങനെ നമ്മുടെ ഫോൺ ഓപ്പൺ ആയിരിക്കുകയാണ്. യെസ്, ഈ കാണുന്നതാണ് നമ്മുടെ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഇവിടെ ഇരിക്കട്ടെ. ബാക്കി എന്തൊക്കെയാണ് ആക്സറീസ് നമുക്ക് പരിശോധിക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പൗച്ചാണ് കാണുന്നത്. ഒരു പൗച്ചാണ്. അതേപോലെ തന്നെ ഒരു സ്ക്രീൻ ഗാർഡും കാണാൻ സാധിക്കുന്നതാണ്. ദെൻ നോർമലി നമ്മുടെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള പോലെ ഇൻസ്ട്രക്ഷൻ മാനുവൽസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, സോ വെരി ഗുഡ്. ദെൻ അടുത്തത് നമുക്ക് കാണുന്നത് ചാർജിങ് കേബിൾ, ദെൻ അഡാപ്റ്റർ ആണ് കാണുന്നത്. അഡാപ്റ്റർ ഒരു 5 വോൾട്ടിൻ്റെതാണ് ഈ ഒരു അഡാപ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. യെസ്, വാവ്, അതിമനോഹരമായിട്ടുള്ള ഒരു ബ്ലൂ കളറിലാണ് ഹോണർ 8C വന്നിരിക്കുന്നത്. കൊള്ളാം. ബാക്കിൽ തന്നെ നിങ്ങൾക്ക് ഡ്യുവൽ ക്യാമറ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. സൈഡിലൊരു എന്താ പറയുക, ഒരു LED ഫ്ലാഷും അവൈലബിൾ ആണ്. ഫ്ലാഷിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ് കണ്ട് മനസ്സിലാക്കേണ്ടത്. AI ക്യാമറ സപ്പോർട്ടാണ്. അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് ബാക്കിൽ കാണാവുന്നതാണ്. ബാക്കിൽ തന്നെ ഒരു ഹോണറിൻ്റെ ഒരു ബ്രാൻഡിങ് കാണാവുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ് കേട്ടോ. പ്ലാസ്റ്റിക് ബോഡി ആണെന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് ആണ് കാണുന്നത്. യെസ്, ഫൈൻ. ദെൻ സൈഡിൽ തന്നെ നമുക്ക് വോളിയം റോക്ക് ബട്ടണും പവർ ബട്ടണും കാണാൻ സാധിക്കുന്നതാണ്. ദെൻ ബാക്കിലായിട്ട് സ്പീക്കറും അതേപോലെ തന്നെ ചാർജിങ് പോർട്ടുമാണ് കാണുന്നത്. ഓക്കെ, നമുക്കിനി ക്യാമറ പരിശോധിക്കുകയാണെങ്കിൽ 13 MB അതേപോലെ തന്നെ 2 MB ഡുവൽ ക്യാമറയാണ് കാണുന്നത്. ഈ 13 MB എന്ന് പറയുമ്പോൾ അപ്പാർച്ചർ f1.8 ആണ്. അത് ഡെപ്ത് സെൻസറോട് കൂടിയിട്ടുള്ളതാണ്. 2 മെഗാപിക്സലിൻ്റെ അപ്പാർച്ചർ വരുന്നത് 2.4 ആണ്. അതിൽ തന്നെ LED ഫ്ലാഷും അവൈലബിൾ ആണ്. പനോരമിക് വ്യൂവിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ദെൻ ഫ്രണ്ട് ക്യാമറ 8 MB ആണ് ഒരു ഫ്രണ്ട് ക്യാമറ. അത് അപ്പാർച്ചർ 2.0 ആണ് അതിൻ്റെ അപ്പാർച്ചർ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സിം സ്ലോട്ട് ഒന്ന് പരിശോധിക്കാം. ഡ്യുവൽ സിം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ 256GB നമുക്ക് മെമ്മറി കാർഡും ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാവുന്നതാണ്. എനിക്കിതിൻ്റെ കളറും ഡിസൈനും ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. 3 കളറിലാണ് ഈ ഫോണുള്ളത്. ഒന്നൊരു ബ്ലാക്ക്, ദെൻ ബ്ലൂ, ദെൻ ഗോൾഡ് കളർ. അങ്ങനെ 3 കളറിലാണ് നമ്മുടെ ഹോണർ 8C അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ചും ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സും AI സപ്പോർട്ടുള്ള ക്യാമറയാണ്, അതിൻ്റെ വിഷ്വലൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ്. ഫസ്റ്റ് ലുക്കിൽ തന്നെ നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ്. പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.